ഹായാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ? അപ്പോൾ ഇന്ന് നമുക്ക് UK കരിക്കുലം നോക്കിയാലോ? അതിനകത്ത് KS1 മുതൽ KS4 വരെയുള്ള കീ സ്റ്റേജസിൽ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ KS1ൽ വരുന്നത് ഇയർ 1 ആൻഡ് ഇയർ 2 ആണ്. KS2വിനകത്ത് വരുന്നത് ഇയർ 3 ടു ഇയർ 6 വരെയുള്ളതാണ്. KS3 ആൻഡ് KS4 ആണ് ഇനി വരുന്നത്. അത് മെയിൻലി ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് KS3 ആൻഡ് KS4 ആണ്. അപ്പോൾ KS3ൽ വരുന്നത് ഇയർ 7 ടു ഇയർ 9, KS4നകത്ത് വരുന്നത് ഇയർ 10 ആൻഡ് ഇയർ 11. നമ്മൾ KS3ൽ വരുമ്പോൾ അവിടെ GCSE പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. മെയിൻ എക്സാം GCSE എക്സാം വരുന്നതാണ് KS4നകത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് എനിക്ക് മക്കൾ പഠിക്കുന്നത്, ഇപ്പം എൻ്റെ മോൻ KS2ലാണ്, എൻ്റെ മോള് KS1ലാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്താ പഠിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏതാണ് ടോപ്പിക്സ് നമുക്ക് വീട്ടിൽ വന്നിട്ട് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ പാരൻസ് ഈവനിങ് നടക്കുന്ന സമയത്ത് പാരൻസ് മീറ്റിംഗ് ടൈമിൽ ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കരിക്കുലം എന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു ഐഡിയ പോലും എനിക്ക് ആ ടൈമിൽ ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ആർക്കെങ്കിലും ഇതേപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ പറയുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.